ഞാൻ അങ്ങനെ ചിലപ്പോൾ പേപ്പറിലൊക്കെ എഴുതി വെക്കാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഈ വീഡിയോ ചെയ്യുന്ന കാര്യമില്ല, അല്ലാണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ മേടിക്കാൻ പറയുമ്പോൾ ഞാൻ പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ട് പോകാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അങ്ങനെയാണല്ലേ. എന്തായാലും അണ്ണൻ പേപ്പറിലൊക്കെ എഴുതിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ അണ്ണൻ തന്നെ അണ്ണൻ എന്ന ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പറഞ്ഞത് നമ്മളാരും അല്ല അണ്ണൻ്റെ എക്സ് വൈഫായിട്ടുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് വൈഫായിട്ടുള്ള എലിസബത്ത് ആണ് പറഞ്ഞത്. എലിസബത്ത് പറഞ്ഞത് കേൾക്കണ്ടേ? ഒന്ന് കേട്ടോ. ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കണേ. കേട്ടല്ല, ഇത് നമ്മളാരും അല്ല പറഞ്ഞത്, എലിസബത്താണ് പറഞ്ഞത്. നമ്മൾ ആരും ഉണ്ടാക്കി പറഞ്ഞതല്ല, എലിസബത്താണ് അണ്ണനെ കുറിച്ചിട്ട് നല്ല ഒരു സാധനം പറഞ്ഞിട്ടുള്ളത്. അണ്ണൻ ആരാ എന്താ എന്നൊക്കെ എലിസബത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കുറേ കാര്യങ്ങൾ പറയുകയാണ്. ഇതൊക്കെ കേട്ട് നെറ്റിത്തരിച്ചിരിക്കുകയാണ് അണ്ണൻ്റെ ഫാൻസും മലയാളികളും മൊത്തത്തിൽ. ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് വരെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അണ്ണൻ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നത് നന്നായി. പക്ഷെ ഞാൻ ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു, തെളിവ് സഹിതം അണ്ണൻ കാണിക്കുമെന്ന്. കയ്യിലൊരു പേപ്പർ ഇരിക്കുന്ന കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തെളിവായിരിക്കും. നോക്കിയപ്പം അത് നോക്കി വായിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ണൻ ചെയ്യുന്നത്. എന്തായാലും അണ്ണൻ പറഞ്ഞാട്ടെ. ഡൊമസ്റ്റിക് വയലൻസ് അല്ല, ഡൊമസ്റ്റിക് വയലൻസ് എല്ലാം എനിക്ക് എവിഡൻസ് ഉണ്ട്, പോലീസോടെ എവിഡൻസ് ഉണ്ട്, കാണിക്കാന്ന് പറഞ്ഞതല്ലാതെ ഈ വീഡിയോയിൽ ഒന്നും കാണിച്ചില്ലെന്ന്. സത്യം, ഞാനുള്ള കാര്യം പറയാം. ആ തുണ്ട് എഴുതി വെച്ചിരിക്കുന്ന വായിച്ചിട്ട് അണ്ണൻ ലാസ്റ്റ് ചിരിച്ചും കൊണ്ട് പോവുകയാണ് ചെയ്തത്. കുറെ സഹതാപമുണ്ട്, കുറെ ഭീഷണിയുണ്ട്, കുറെ സെന്റിമെന്റ് ഉണ്ട്, കുറെ സാധനങ്ങൾ ഈ വീഡിയോയിൽ മിക്സ് ചെയ്തിട്ട് അണ്ണൻ കുറെ ചോദ്യചിഹ്നം ഇട്ടിട്ട് കാണിക്കാന്ന് പറഞ്ഞാൽ അതൊന്നും കാണിക്കാതെ അണ്ണൻ നൈസായിട്ട് അങ്ങ് മുങ്ങിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ബാലചേട്ടൻ ഉള്ള കാര്യം പറയാം, ഞാൻ നിങ്ങളുടെ സൈഡിൽ നിൽക്കുന്ന ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയാണ് അണ്ണന് ലിവർ കൊടുത്തത്. എലിസബത്ത് അവിടെ ഒപ്പിടാനാണ് വന്നത്, ലിവർ കൊടുത്തിട്ടില്ല. എലിസബത്ത് ഇനി ലിവറും കൂടി കൊടുത്ത് പെരുവഴിയിലാകണമായിരുന്നു എന്നാണ് അണ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്രയും അല്ലാതെ തന്നെ അവർ അനുഭവിച്ചു. ഇനി അണ്ണൻ ലിവറും കൂടി തന്നിട്ട് തേഞ്ഞൊട്ടി മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ. എന്തായാലും അതിലും ഭേദം അവരിങ്ങനെയെങ്കിലും അങ്ങ് ആയതെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, വേറെ ഒന്നുമല്ല. അണ്ണൻ പറഞ്ഞ് അണ്ണന് 42 വയസ്സായി, യുവത്വം പോയി, ജീവിക്കണം, ഇനി എനിക്കും കുട്ടിയും കുളന്തയും ഒക്കെ ആയിട്ട് ജീവിക്കണം, കുടുംബജീവിതം നയിക്കണം എന്നൊക്കെ അണ്ണൻ പറയുന്നുണ്ടല്ലോ. അണ്ണൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എലിസബത്തിനും ഇതേ ആഗ്രഹങ്ങളുണ്ട്. കുടുംബം, കുട്ടി ഒക്കെ ആയിട്ട് ജീവിക്കണമെന്ന് അവർക്കും ഉണ്ട് ആഗ്രഹം. അവരുടെ ആ ആഗ്രഹം നശിച്ച് നാറാണത്തായി പണ്ടാരടങ്ങി പൂട്ടിക്കെട്ടിപ്പോയി. അവരുടെ ജീവിതം നശിച്ച് അവർ ഡിപ്രഷനിലും ട്രോമയിലൊക്കെ ആയിട്ട് അവർ പോയി. അവരിപ്പോഴും ഡിപ്രഷൻ സ്റ്റേജും ട്രോമയൊക്കെ കടന്ന് അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുകയാണ്, ഒരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ പോവുകയാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം അണ്ണന് ജീവിക്കണം, കുടുംബം, കുട്ടി, കുളന്തയെല്ലാം വേണം. എലിസബത്തിന് ഈ പറഞ്ഞ സാധനമൊന്നും വേണ്ടല്ലേ? ചിന്തിക്കണ. സ്വന്തം ജീവിതം മാത്രം നമ്മൾ നോക്കാണ്ട് നമ്മൾ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ എന്നും കൂടി നോക്കണം. പ്രത്യേകിച്ച് അണ്ണൻ്റെ എക്സ് വൈഫ് അല്ലെങ്കിൽ ലാസ്റ്റ് വൈഫായിരുന്നു എലിസബത്ത്. അത് അണ്ണനൊന്ന് ആലോചിച്ച് നോക്ക്. അണ്ണൻ കാരണം അവരുടെ ജീവിതം വളരെയധികം ഫ്ലോപ്പിലോട്ട് പോയി. അണ്ണൻ്റെ അടുത്തുനിന്ന് വളരെയധികം മോശം അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അവർക്ക് വന്നിരുന്ന് ഇങ്ങനെ ചുമ്മാ കള്ളം പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമില്ല. അണ്ണന് കുടുംബം കുളന്തയായിട്ടൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതൊക്കെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. കോകിലായിട്ട് ജീവിക്കൂ. പക്ഷേ അണ്ണൻ ഒന്ന് ഓർക്കണം, അണ്ണൻ കാരണം തകർന്ന് തരിപ്പണമായ മറ്റൊരു സ്ത്രീ അപ്പുറത്ത് ഇരിപ്പുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ട്രോമയിലും ഡിപ്രഷനുമായിട്ടൊക്കെ കടന്നുപോയി അവരുടെ ജീവിതം നശിച്ച് നാറാണതായിരിക്കുകയാണ്. അതങ്ങ് മറന്നാ